സംഭവം നടക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്തിനടുത്തുള്ള മടിക്കയിലാണ്. മടിക്കൈ കൂലൂം റോഡിലെ രാജേന്ദ്രൻ്റെ ഭാര്യയും നർക്കിലക്കാട്ടെ പെരിയാരത്ത് കുഞ്ഞികൃഷ്ണൻ നായരുടെയും ശോഭനയുടെയും മകളുമായ ജിഷ എന്ന 25-കാരി കുത്തേറ്റ് കൊല്ലപ്പെടുന്നു. കൊലപ്പെടുത്തിയത് തുഷാർ മദനൻ എന്ന മദൻ മാലിക്. ഒറീസ കേന്ദ്രപ്പാറ ജില്ലയിലെ മർസഹായി പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ജാദുപൂർ ഹൊസ്താരഘട്ട് സ്വദേശിയായിരുന്നു 22-കാരനായ മദൻ മാലിക് എന്ന മധു. സുഭാഷ് മാലിക് സുഗന്ധി ദമ്പതികളുടെ മകൻ. കൊല്ലപ്പെട്ട ജിഷയുടെ ഭർത്താവ് രാജേന്ദ്രൻ ഗൾഫിലാണ്. രാജേന്ദ്രൻ്റെ അച്ഛൻ കുഞ്ഞിക്കണ്ണൻ നായർക്ക് പക്ഷാഘാതം പിടിപെട്ടതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സഹായത്തിനായി 2 ആഴ്ച മുൻപ് മദനനെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. രാജേന്ദ്രൻ്റെ ജ്യേഷ്ഠൻ ചന്ദ്രൻ്റെ ക്രഷറിലെ ജോലിക്കാരനായിരുന്നു മദനൻ വീട്ടിൽ മോഷണം നടത്താൻ ശ്രമിച്ചെന്നും യാദൃച്ഛികമായി ജിഷ ആ മോഷണ ശ്രമം കണ്ടതാണ് കൊലപാതകത്തിന് കാരണമെന്നുമായിരുന്നു പുറത്തു വന്ന വിവരം. രാത്രി 8:30 മണിയോടെയാണ് സംഭവം നടക്കുമ്പോൾ പക്ഷാഘാതം പിടിപെട്ടു കിടക്കുന്ന കുഞ്ഞിക്കണ്ണൻ നായരും ചന്ദ്രൻ്റെ ഭാര്യയും ജിഷയും 2 ചെറിയ ആൺകുട്ടികളും മാത്രമായിരുന്നു ആ വീട്ടിലുണ്ടായിരുന്നത്. രാത്രി ഭക്ഷണത്തിനായി ജിഷ അടുക്കളയിൽ പപ്പടം കാച്ചിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് വൈദ്യുതി നിലയ്ക്കുന്നതും ഇരുട്ടത്ത് കുത്തേൽക്കുന്നതും. നട്ടെല്ലിന് ക്ഷതമേൽക്കുന്ന വിധത്തിലായിരുന്നു കുത്തി പരിക്കേൽപ്പിച്ചത്. വീട്ടിലെ അടുക്കളയിൽ ചോരയിൽ കുളിച്ച് ജിഷ കിടന്നു പിടയുന്നത് ആദ്യം കണ്ടത് രാജേന്ദ്രൻ്റെ മൂത്ത സഹോദരൻ ചന്ദ്രൻ്റെ ഭാര്യയായ ശ്രീലേഖയാണ്. അവർ നിലവിളിച്ച് ആളെ കൂട്ടി. നിലവിളി കേട്ട് അയൽക്കാർ ഓടിയെത്തി. അവർ ജിഷയെ നീലേശ്വരത്തെ സഹകരണ ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ അപ്പോഴേക്കും ജിഷയുടെ നില ഗുരുതരമായി. അങ്ങനെ ഡോക്ടർമാരുടെ നിർദ്ദേശമനുസരിച്ച് അവളെ മംഗലാപുരത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. എന്നാൽ മംഗലാപുരത്തേക്കുള്ള വഴിമധ്യേ അവൾ മരണപ്പെട്ടു. തിരികെ നാട്ടിലേക്ക് കൊണ്ടുവന്ന ജിഷയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് മൃതദേഹം സംസ്കരിക്കുകയും ചെയ്തു. നാട്ടിലെ പഴയൊരു കരാറുകാരനായിരുന്നു ജിഷയുടെ ഭർത്താവ് രാജേന്ദ്രൻ്റെ അച്ഛൻ കുഞ്ഞിക്കണ്ണൻ നായർ. രാജേന്ദ്രനെ കൂടാതെ കുഞ്ഞിക്കണ്ണൻ നായർക്ക് രാജനെന്നും ചന്ദ്രനെന്നും പേരുള്ള 2 ആൺമക്കൾ കൂടി ഉണ്ടായിരുന്നു. ജിഷയെ കുത്തിപ്പരിക്കേൽപ്പിച്ച ശേഷം മദനൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടിരുന്നു. അവൻ്റെ ബാഗ് കൂലം റോഡിനടുത്ത് നിന്ന് കണ്ടുകിട്ടി. പക്ഷേ ആ ബാഗിൽ 2-3 സാരികളും പുതിയ ഷർട്ടുകളും മാത്രമാണ് ഉണ്ടായിരുന്നത്. തൻ്റെ ഒരു ബന്ധുവിൻ്റെ വിവാഹമാണെന്നും ആ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി നാട്ടിലേക്ക് പോകണമെന്നും പറഞ്ഞ് മദനൻ ചന്ദ്രനെ കയ്യിൽ നിന്ന് 10,000 രൂപ വാങ്ങിയിരുന്നു. പക്ഷേ പോലീസും നാട്ടുകാരും പലയിടങ്ങളിലും തിരഞ്ഞെങ്കിലും മദനനെ മാത്രം കണ്ടുകിട്ടിയില്ല. നീലേശ്വരം CI ആയിരുന്ന സുനിൽകുമാറിൻ്റെ നേതൃത്വത്തിൽ പ്രതിയെ കണ്ടെത്താനായി അന്വേഷണം ആരംഭിച്ചു. മദനൻ്റെ മൊബൈൽ ഫോൺ അപ്പോഴും ബംഗളത്തെ മൊബൈൽ ടവറിൻ്റെ പരിധിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവൻ മടിക്കൈ ഭാഗത്ത് എവിടെയെങ്കിലും ഒളിവിൽ കഴിയുന്നുണ്ടാകുമെന്നായിരുന്നു പോലീസിൻ്റെ നിഗമനം. പ്രതി സ്ഥലം വിട്ടു പോകാതിരിക്കാനായി പോലീസ് മണിക്കൂറുകൾക്കകം തന്നെ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി. ഏറെ താമസിയാതെ മദനൻ പോലീസിൻ്റെ പിടിയിലുമായി. പ്രാഥമികമായ ചോദ്യം ചെയ്യലിനു ശേഷം കോടതിയിൽ ഹാജരാക്കി അവനെ റിമാൻഡ് ചെയ്തു. അവനെ ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞത് താൻ അടുക്കളയിൽ ഓംലെറ്റ് ഉണ്ടാക്കാനുള്ള ഉള്ളി അരിയുന്നതിനിടയിൽ അബദ്ധത്തിൽ കയ്യിലിരുന്ന കത്തി ജിഷയുടെ വയറ്റിൽ തുളച്ചു കയറുകയായിരുന്നു എന്നാണ്. മദനൻ്റെ ഈ മൊഴി പോലീസ് ഉദ്യോഗസ്ഥരെ വല്ലാതെ കുഴക്കി. കാഞ്ഞങ്ങാട് സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുകയായിരുന്ന മദനനെ ഹോസ്ദുർഗ് ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ അനുമതിയോടെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തു. അങ്ങനെ ചോദ്യം ചെയ്തപ്പോഴാണ് മോഷണ ശ്രമം ജിഷ കണ്ടതുകൊണ്ടാണ് അവരെ കൊലപ്പെടുത്തിയത് എന്നുള്ള കാര്യം അവൻ ഏറ്റുപറഞ്ഞത്. വീട്ടിൽ സൂക്ഷിച്ചിട്ടുള്ള പണം കവർച്ച ചെയ്ത് രക്ഷപ്പെടാനായിരുന്നു അത്രേ അവൻ്റെ പദ്ധതി. മദനനെ അതീവ രഹസ്യമായി തെളിവെടുപ്പിനായി ആ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ആ സമയത്ത് ജിഷയുടെ മൃതദേഹം വിശദമായി പോസ്റ്റ്മോർട്ടം നടത്തിയ പരിയാരം മെഡിക്കൽ കോളേജിലെ പോലീസ് സർജൻ S. ഗോപാലകൃഷ്ണപിള്ളയും അവിടെ എത്തി. ആ വീട്ടിൽ എല്ലാ സ്വാതന്ത്ര്യവും മദനന് കൊടുത്തിരുന്നു. അവൻ ആവശ്യപ്പെടുമ്പോഴൊക്കെ വീട്ടിലേക്ക് അയക്കാനുള്ള പണവും ചന്ദ്രൻ അവന് നൽകിയിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം വലിയൊരു തുക മദനൻ ചന്ദ്രനോട് ആവശ്യപ്പെട്ടു. എന്നാൽ ആ പണം കൊടുക്കാൻ ചന്ദ്രൻ തയ്യാറായില്ല. അങ്ങനെയാണ് എങ്ങനെയെങ്കിലും കവർച്ച നടത്തി രക്ഷപ്പെടണമെന്ന് മദനൻ തീരുമാനിച്ചത്. വീട്ടിൽ എവിടെയാണ് സ്വർണവും പണവും സൂക്ഷിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമായി മദനൻ അറിയാമായിരുന്നു. കൊലപാതകം നടത്തുന്നതിന് ഏതാണ്ട് 10 ദിവസം മുൻപ് തന്നെ അവൻ അതിൻ്റെ തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. കൂലോം റോഡിലെ തൻ്റെ കടയിൽ നിന്നാണ് മദനൻ ജിഷയെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കത്തി വാങ്ങിയതെന്ന് ചിണ്ടൻ എന്നയാൾ പോലീസിന് മൊഴി നൽകി. ജിഷയെയും ചന്ദ്രൻ്റെ ഭാര്യ ലേഖയെയും കൊലപ്പെടുത്തി പണവും സ്വർണവും കവർന്ന് രക്ഷപ്പെടാനായിരുന്നു മദനൻ്റെ പദ്ധതി. അന്ന് സന്ധ്യയോടെ കാഞ്ഞങ്ങാട് ടൗണിൽ പോയി മദ്യപിച്ചു വന്ന മദനൻ വീട്ടിൽ ചന്ദ്രൻ ഇല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് കൃത്യം നടത്താൻ തയ്യാറെടുത്തത്. നല്ല മദ്യലഹരിയിലായിരുന്ന മദനൻ തൻ്റെ വസ്ത്രങ്ങളെല്ലാം ഒരു ബാഗിലാക്കി വീടിൻ്റെ ഇടതുവശത്തുള്ള മതിലിനടുത്ത് കൊണ്ടുവച്ചിരുന്നു. നാട്ടിലേക്ക് പോകാനായി ബുക്ക് ചെയ്ത ട്രെയിൻ ടിക്കറ്റും പണവുമൊക്കെ ആ ബാഗിലായിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയ ശേഷം മെയിൻ സ്വിച്ച് ഓഫാക്കി. വീട് ഇരുട്ടിലായി.
ആ ഇരുട്ടിൻ്റെ മറവിലാണ് മദനൻ അകത്തു കയറി ജിഷയെ കുത്തി കൊലപ്പെടുത്തുന്നത്. അടുക്കളയിൽ നിന്നത് ലേഖയാണെന്നായിരുന്നു മദനൻ കരുതിയത്. ലേഖയെ കൊലപ്പെടുത്തിയതിനു ശേഷം ജിഷ കണ്ടാൽ മാത്രം അവളെ കൊലപ്പെടുത്തിയാൽ മതിയെന്നായിരുന്നു അവൻ്റെ കണക്കുകൂട്ടൽ. പക്ഷേ അടുക്കളയിൽ നിന്നത് ജിഷയായിരുന്നു. പ്രതീക്ഷിച്ചതിൽ നിന്ന് വിരുദ്ധമായി ഇരുട്ടത്ത് ജിഷയുടെ നിലവിളി ഉയർന്നപ്പോൾ പരിഭ്രാന്തനായ മദനൻ മതിൽ ചാടി കുറ്റിക്കാട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടു. നാടുനീളെ മദനനെ അന്വേഷിച്ച് പരക്കം പായുകയായിരുന്നു പോലീസും നാട്ടുകാരും. എന്നാൽ 3-ാം ദിവസം അവനെ കണ്ടെത്തിയത് കൊല നടത്തിയ അതേ വീടിൻ്റെ ടെറസിൽ നിന്നായിരുന്നു. കൊലപാതകം നടത്തിയിട്ട് രക്ഷപ്പെട്ടോടിയ പ്രതി തിരികെ കൊല നടത്തിയ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നത് പോലീസിനെ വല്ലാതെ കുഴക്കി. സംഭവം കഴിഞ്ഞ് 2 രാത്രിയും 2 പകലും കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്ന മദനൻ തൻ്റെ പണവും വസ്ത്രങ്ങളും അടങ്ങിയ ബാഗ് എങ്ങനെയെങ്കിലും എടുക്കാനായിരുന്നു മടങ്ങി വന്ന് ടെറസിൽ ഒളിച്ചിരുന്നത്. രാത്രിയാകുമ്പോൾ ബാഗും എടുത്ത് രക്ഷപ്പെടാമെന്നായിരുന്നു അവൻ്റെ കണക്കുകൂട്ടൽ. എന്നാൽ ആ ബാഗ് ആദ്യം തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. 4 വർഷങ്ങൾക്ക് ശേഷം 2016 ഫെബ്രുവരിയിൽ മദൻ മാലിക്കിന് കാസർഗോഡ് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ജാമ്യം നൽകി. എന്നാൽ ഇതിനിടയിൽ മറ്റൊരു സംഭവം നടന്നിരുന്നു. ജിഷയുടെ കൊലപാതകത്തിന് പിന്നിലുള്ള യഥാർത്ഥ കാരണം കണ്ടെത്താൻ CBI അന്വേഷണം ആവശ്യപ്പെട്ട് അവളുടെ അച്ഛൻ കോടതിയെ സമീപിച്ചു. അതിന് കാരണവുമുണ്ടായിരുന്നു. ജിഷ കൊല്ലപ്പെട്ട ദിവസം തൻ്റെ അമ്മയെ വിളിച്ച് കുറച്ചു കാര്യങ്ങൾ പറഞ്ഞിരുന്നതും ജിഷ മരിച്ച വിവരം വളരെ താമസിച്ചാണ് അറിയിച്ചത് എന്നുള്ളതുമാണ് ജിഷയുടെ വീട്ടുകാർക്ക് സംശയമുണ്ടാകാനുള്ള കാരണം. സംഭവത്തിൽ മദൻ മാലിക് മാത്രമല്ല ഉൾപ്പെട്ടിട്ടുള്ളതെന്നും രാജേന്ദ്രൻ്റെ ജ്യേഷ്ഠനും ഭാര്യയ്ക്കും സംഭവത്തിൽ പങ്കുണ്ട് എന്നുമായിരുന്നു ജിഷയുടെ കുടുംബത്തിൻ്റെ ആരോപണം. കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ജിഷയുടെ അച്ഛൻ കോടതിയെ സമീപിച്ച ഈ സമയത്താണ് 4 വർഷങ്ങളായി ജയിലിൽ കഴിഞ്ഞിരുന്ന മദൻ മാലിക് ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിക്കുന്നതും കോടതി ജാമ്യം അനുവദിക്കുന്നതും. അതിനു മുമ്പ് ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ജിഷയുടെ അച്ഛൻ കുഞ്ഞികൃഷ്ണൻ നായർ കോടതിയെ സമീപിക്കുകയും കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല യഥാർത്ഥ കുറ്റക്കാരെ കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുൻ MLA M കുമാരൻ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുകയും ചെയ്തിരുന്നു. ക്രൈംബ്രാഞ്ച് രാജേന്ദ്രൻ്റെ ജ്യേഷ്ഠൻ ചന്ദ്രനെയും ഭാര്യ ലേഖയെയും നുണപരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. വിചാരണയുടെ തുടക്കത്തിൽ ഗവൺമെൻറ് പ്ലീഡർ M അബ്ദുൽ സത്താർ ചന്ദ്രനെയും ലേഖയെയും പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് കോടതിയോട് ആവശ്യപ്പെട്ടെങ്കിലും കോടതി ആ ആവശ്യം നിരാകരിച്ചു. ചന്ദ്രൻ്റെ ഭാര്യ ശ്രീലേഖയോട് മദൻ മാലിക്കിനുണ്ടായിരുന്ന വ്യക്തിവിരോധമാണ് കൊലയ്ക്ക് കാരണമെന്നായിരുന്നു ആദ്യം കേസ് അന്വേഷിച്ച നീലേശ്വരം CI CK സുനിൽകുമാറും ജില്ലാ കോടതിയുടെ നിർദ്ദേശപ്രകാരം പുനരന്വേഷണം നടത്തിയ CI ബാബു പെരിങ്ങോത്തും കണ്ടെത്തിയത്. എന്നാൽ ജിഷയുടെ കുടുംബത്തിൻ്റെ ആരോപണം സ്വത്ത് തർക്കത്തിൻ്റെ പേരിലാണ് ചന്ദ്രൻ്റെയും ഭാര്യയുടെയും അറിവോടെ മദൻ മാലിക് ജിഷയെ കൊലപ്പെടുത്തിയത് എന്നാണ്. പിന്നീട് വീണ്ടും പുനരന്വേഷണം ആവശ്യപ്പെട്ട് ജിഷയുടെ അച്ഛൻ ഹൈക്കോടതിയെ സമീപിക്കുകയും പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് പുനരന്വേഷണം നടത്താൻ ഹൈക്കോടതി DGPയോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. കേസിൽ പുനരന്വേഷണം നടത്തിയ ക്രൈംബ്രാഞ്ച് CPM CPI നേതാക്കളടക്കം നിരവധി പേരെ ചോദ്യം ചെയ്തു. CPM നേതാവും മടിക്കൈ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ശശീന്ദ്രൻ മടിക്കൈ, CPI നേതാവ് CP ബാബു, സഹോദരൻ സുരേഷ് ബാബു എന്നിവരെയൊക്കെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തു. 2013 ഓഗസ്റ്റിൽ ഈ കേസിൻ്റെ വിചാരണ തുടങ്ങാനിരുന്നതാണെങ്കിലും ജിഷയുടെ കുടുംബത്തിൻ്റെ ആവശ്യപ്രകാരം കേസ് മറ്റൊരു അന്വേഷണ ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ വിചാരണ നീട്ടിവെച്ചു. പിന്നീട് വിചാരണ ആരംഭിക്കുകയും ഈ വിചാരണയ്ക്കിടയിൽ ചന്ദ്രനെയും ഭാര്യ ലേഖയെയും പ്രതി ചേർക്കാൻ കോടതി ഉത്തരവിടുകയും ചെയ്തു. ജയിലിൽ വെച്ച് മദൻ മാലിക് തൻ്റെ സഹതടവുകാരോടും ജയിൽ വാർഡനോടും ചില വെളിപ്പെടുത്തലുകൾ നടത്തി. 50,000 രൂപ പ്രതിഫലമായി നൽകി തൻ്റെ ബോസാണ് ജിഷയെ കൊലപ്പെടുത്താൻ കൊട്ടേഷൻ നൽകിയതെന്നായിരുന്നു അവൻ്റെ വെളിപ്പെടുത്തൽ. എന്നെക്കൊണ്ട് അവർ നിർബന്ധിച്ചു ചെയ്യിപ്പിച്ചതാണ് എന്ന് ജയിലിൽ വെച്ച് മദനൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞെന്ന് വാർഡൻ വിജയകുമാറും തടവുകാരൻ രാഘവനും കോടതിയിൽ മൊഴി നൽകി. മദനൻ സെല്ലിൽ തനിച്ചിരുന്നു കരയുന്നത് കണ്ട് കാര്യം ചോദിച്ചപ്പോഴാണ് വിവരം പറഞ്ഞതെന്ന് വാർഡൻ കോടതിയെ ബോധിപ്പിച്ചു. സഹതടവുകാരുടെയും ജയിൽ വാർഡൻ്റെയും മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് കോടതിയുടെ നിർദ്ദേശപ്രകാരം ചന്ദ്രനെയും ലേഖയെയും കേസിൽ പ്രതികളാക്കിയത്. വിചാരണയ്ക്കിടയിൽ ചന്ദ്രൻ്റെയും ലേഖയുടെയും മൊഴികളിലെ വൈരുദ്ധ്യം കണക്കിലെടുത്തായിരുന്നു കോടതി ഇവരെ പ്രതി ചേർക്കാൻ നിർദ്ദേശിച്ചത്. ഇതിനിടയിൽ കേസിൽ നിർണായകമായ ജിഷയുടെ ഡയറിയിലെ ചില പേജുകൾ കീറിക്കളഞ്ഞതും വാദിഭാഗം അഭിഭാഷകനെ സ്വാധീനിക്കാൻ ശ്രമിച്ചതും ജിഷയുടെ കുടുംബത്തിൻ്റെ ആരോപണങ്ങൾ ശരിവയ്ക്കുന്നതായിരുന്നു. എന്നാൽ പിന്നീട് ചന്ദ്രനെയും ലേഖയെയും പ്രതികളാക്കിയ ജില്ലാ സെഷൻസ് കോടതിയുടെ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. വീട്ടിൽ സർവ്വസ്വാതന്ത്ര്യവും ഉണ്ടായിരുന്ന മദനൻ ഒരിക്കലും ഇത്തരത്തിലൊരു കൃത്യം നടത്തുമെന്ന് അയൽക്കാർ പോലും വിശ്വസിക്കുന്നില്ല. കൃത്യം നടന്നതിൻ്റെ 3-ാം ദിവസം പ്രതിയെ അതേ വീടിൻ്റെ ടെറസിൽ കണ്ടെത്തിയത് ആ വീട്ടുകാർ പ്രതിയെ സംരക്ഷിച്ചതിൻ്റെ തെളിവാണെന്നും ആരോപണമുണ്ടായി.
ജിഷയുടെ ഡയറി കുറിപ്പുകളും ചന്ദ്രനും ലേഖയും മദനനും തമ്മിലുള്ള ബന്ധം തെളിയിക്കുന്ന ദൃശ്യങ്ങളും കേസിൽ പ്രധാന തെളിവായി. ഭർത്തൃവീട്ടിൽ താൻ നേരിടുന്ന പീഡനങ്ങളെക്കുറിച്ചായിരുന്നു ജിഷയുടെ ഡയറി കുറിപ്പുകളിൽ ഉണ്ടായിരുന്നത്. ജിഷയുടെ ക്യാമറയിൽ നിന്നായിരുന്നു മദനനും മറ്റു 2 പേരും തമ്മിലുള്ള ബന്ധം തെളിയിക്കുന്ന ചിത്രങ്ങൾ ലഭിച്ചത്. ഇതും നിർണായക തെളിവായി.